നിങ്ങൾക്ക് പപ്പായ ഇഷ്ടമാണോ? എങ്കിൽ ഈ സാലഡ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് പപ്പായ ഇഷ്ടമല്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ നിങ്ങൾ പപ്പായ എന്തായാലും കഴിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ പപ്പായ ചാട്ട് അല്ലെങ്കിൽ പപ്പായ സാലഡ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഗർഭിണികൾ ഒഴികെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പൊ നമുക്കിന്ന് പപ്പായ വെച്ച് സാലഡ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പപ്പായയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ പപ്പായയാണ്. ഇനി നിങ്ങൾക്ക് എത്ര പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുന്ന പപ്പായയുടെ അളവൊക്കെ കൂട്ടാം. നമ്മൾ പപ്പായ മധുരം വന്ന പപ്പായ അല്ല എടുത്തേക്കുന്നത്. അതേസമയം കണ്ടോ കുറച്ചൊന്ന് കളർ ചേഞ്ച് നമുക്ക് ഒരു ക്യാരറ്റിന്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുമ്പോഴാണ് പേഴ്സണലി എനിക്കിഷ്ടം. ഇനി കുറച്ചും കൂടി പഴുത്ത പപ്പായ വെച്ച് നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതൊന്ന് മുറിച്ചെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. തോലും അതുപോലെ ഉള്ളിലുള്ള ഈ ഒരു പാടയുണ്ടല്ലോ അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. പപ്പായ ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ഒരു കളറ് കണ്ടിട്ട് നിങ്ങൾ ഒട്ടും മധുരം ഇല്ല പച്ചയാന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ മധുരമുണ്ട്. അതായത് നമ്മൾ ക്യാരറ്റ് ഒക്കെ കഴിക്കില്ലേ അതേപോലെ ആ ഒരു ടെക്സ്ചറിലും അതേപോലെ തന്നെയാണ് കഴിക്കാനും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഈ ഒരു പപ്പായ സാലഡ് ഒട്ടും നന്നായിരിക്കില്ല. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത പൊടികളും അതുപോലെ വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരും ഒക്കെ കൂടെ നല്ലതുപോലെ എല്ലാ കഷ്ണങ്ങളിലും ആവുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ചാട്ട് അഥവാ പപ്പായ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.